അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതോടെ രണ്ടുപേരും പരസ്പരം ഇണകളായി മാറുകയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്ന ഒന്ന് നടക്കുന്നതോടുകൂടെ രണ്ടുപേരും ഇണകളായി. ഇതുകൊണ്ട് അവരെ സൗജൈൻ, ഖുർആൻ അവരെ വിളിച്ചത് സൗജൈൻ എന്നാണ്. ദമ്പതിമാർ പരസ്പരം ഇണകളായാണ് വർത്തിക്കേണ്ടതെന്ന് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു. ഭാര്യ എന്ന് പറയുന്ന ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് എന്ന് പറയുന്ന ഭരിക്കുന്നവനും അല്ല, പരസ്പരം ഇണകളായി ഒരുമിച്ച് വർത്തിക്കണമെന്നാണ് ഈ പ്രയോഗം നമ്മെ പഠിപ്പിക്കുന്നത്. പരസ്പരം അറിഞ്ഞും താല്പര്യങ്ങൾ മനസ്സിലാക്കിയും രണ്ടുപേരും വർത്തിക്കണം. ഇണതുണകളെന്ന നിലക്ക് ന്യൂനതകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ന്യൂനതകളൊക്കെ നിങ്ങൾ മറച്ചു വെക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഖൈറുക്കും ഖൈറുകുൽ അഹ്ലിഹി ഹുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞത് കാണാം. അഥവാ രണ്ടുപേരും പരസ്പരം വസ്ത്രങ്ങളാണ്. ഭാര്യമാർ ഭർത്താക്കൾക്കും, ഭാര്യമാർ എന്ന് പറയുന്നത് പെണ്ണിണ ആണിണ, ആണിണ പെണ്ണിണക്കും അവരുടെ പരസ്പരം ഔറത്ത് മറക്കുന്ന എന്നാൽ അലങ്കാരം നൽകുന്ന വസ്ത്രങ്ങളാണ് എന്നാണ് ഈ വാക്യം വ്യക്തമാക്കി തരുന്നത്. ഇരുഭാഗത്ത് നിന്നും കടപ്പാടുകൾ മനസ്സിലാക്കി നിറവേറ്റുമ്പോഴാണ് ദാമ്പത്യ ജീവിതം സുഖകരമാവുക. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന എന്ന് ഖുർആൻ വാക്യത്തിൽ സ്ത്രീകൾക്ക് ചുമതലപ്പെട്ട ബാധ്യതകൾക്ക് തുല്യമായി പുരുഷ ഇണകളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളുമുണ്ട് എന്ന് അള്ളാഹു പ്രസ്താവിച്ചത് ഇക്കാര്യം വ്യക്തമാക്കി തരുന്നുണ്ട്. പരസ്പരമുള്ള കടമകൾ വിസ്തരിച്ചാൽ ധാരാളം കാണാൻ കഴിയും. ഇന്ന് നമ്മൾ ആ കടമകളിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെ ആ കടമകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മൾ ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആണിണ പെണ്ണിണയുടെയും പെണ്ണിണ ആൺ ഇണയുടെയും വസ്ത്രമാണ്. പരസ്പരം യോജിച്ചു പോവുക. ഭർത്താവ് എന്ന നിലയിൽ ഭരിക്കുന്നവനോ ഭാര്യ എന്ന നിലയിൽ ഭരിക്കപ്പെടുന്നവളോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരസ്പരം ഒന്നിച്ചിട്ടുള്ള യാത്രയാണ് ദാമ്പത്യ യാത്ര എന്ന് പറയുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.